എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നൂറെ ഹബീബ് മുത്തുമണികളെ കൊണ്ട് ഒരു രക്ഷയില്ലാട്ടോ. എനിക്ക് ചറപറ മെസ്സേജുകളാണ്, ഒരുപാട് കമൻസിലൂടെ നീ നശിച്ചു പോകൂടാ, നീ ഞങ്ങളുടെ നൂറെ ഹബീബ് തങ്ങളെ പറഞ്ഞില്ലേ. 2 ആഴ്ച മുമ്പാണ് ലാസ്റ്റ് നമ്മൾ ഈ തങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തത്. ഇന്നും നിലച്ചിട്ടില്ല. ഇന്ന് രാവിലെയും എനിക്ക് മെസ്സേജസ് വന്നിട്ടുണ്ട്. നീ ഞങ്ങളുടെ തങ്ങളെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ നൂറെ ഹബീബ് തങ്ങൾ എന്തോരം എത്തിയും കുട്ടികളെ പോറ്റുന്ന തങ്ങളാണെന്നറിയോ. എന്നിട്ട് നീ പറഞ്ഞില്ലടാ, നീ നശിച്ചു പോകും, നീ ഗുണം പിടിക്കൂല. ഇങ്ങനെ നിറയെ തെറിവിളികളുടെ ഒരു പരമ്പര തന്നെ. ഞാൻ നോക്കുമ്പോൾ പ്രൊഫൈലുകളൊക്കെ സ്ത്രീകളുടേതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, നിങ്ങൾ ഏതൊരു മാർഗത്തിൽ നിന്നാണോ ദീൻ പഠിക്കുന്നത് അത് നിങ്ങളുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കും. ഇങ്ങനെ ശപിക്കാനും തെറി പറയാനും ഒക്കെയാണ് നിങ്ങളൊരു സങ്കേതത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളതെങ്കിൽ അതിന് ദീൻ എന്ന് പറയാൻ പറ്റില്ല. അത് വേറൊരു സംഗതിയാണ്. അള്ളാഹുവിൻ്റെ മതം എന്നതിന് പറയാൻ പറ്റില്ല. എന്നിട്ട് ഉസ്താദിന് ഇബ്ലീസിൻ്റെ പണിയാന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട മുത്തുമണികളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ നൂറെ ഹബീബ് തങ്ങളെന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയെ വ്യക്തിപരമായി ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അറിവില്ലാത്ത വിഷയങ്ങളിൽ കയറി അഭിപ്രായം പറയുമ്പോൾ, അറിവില്ലാത്ത വിഷയങ്ങളിൽ എന്തോ വലിയ അറിവാളിയെപ്പോലെ സംസാരിക്കുമ്പോൾ അതിൽ വന്ന് വീഴുന്ന ഭീമാബദ്ധങ്ങളുണ്ട്. വലിയ വിഡ്ഢിത്തങ്ങൾ അദ്ദേഹം പലപ്പോഴും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കുന്നത് അറിവില്ലാത്ത ആയിരക്കണക്കിന് സാധുക്കളായ ആളുകളാണ്. ഇത് കേട്ട് ആ മനുഷ്യന്മാരൊക്കെ തെറ്റിദ്ധരിച്ചു പോകും. മുമ്പ് ഗുരുവായൂരപ്പൻ്റെ കഥ പറഞ്ഞതുപോലെ ഇത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സ്വലാത്ത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിൽ എന്ന സദസ്സിലേക്ക് ഇതര മതസ്ഥർ വരുമ്പോൾ അവരോട് നിങ്ങൾ ഗുരുവായൂരപ്പനെ കുറിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന അത്ര വലിയ ഭീമാബദ്ധങ്ങളൊക്കെ എഴുന്നള്ളിക്കുമ്പോൾ അത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത് പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ്. നിങ്ങൾക്ക് നൂറെ ഹബീബ് തങ്ങളെ നേരിട്ട് വിളിച്ച് പറഞ്ഞൂടെ? നൂറെ ഹബീബ് തങ്ങളെ നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ മൂപ്പര് മാത്രമേ അറിയുള്ളൂ. മൂപ്പരോടത് പണ്ഡിതന്മാരൊക്കെ ഉണർത്തിയെന്നും പറയുന്നുണ്ട്, എന്നിട്ടും തിരുത്തൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഇത് കേട്ടുപോകുന്ന സാധാരണക്കാരായ ഒരുപാട് ആളുകൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്രയും ആളുകളോട് ഓരോരുത്തരായി വിളിച്ചു പറയാൻ പറ്റില്ല. അതുകൊണ്ട് പരസ്യമായി ചെയ്യുന്ന തെറ്റുകളെ പരസ്യമായി തന്നെ വിമർശിക്കണമെന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. അല്ലാതെ നിങ്ങളുടെ നൂറെ ഹബീബ് തങ്ങളോട് എനിക്കെന്ത് ദേഷ്യമാണ് എൻ്റെ മുത്തുമണികളെ. ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. പിന്നെന്താ, നിനക്കൊക്കെ അസൂയാണ് ഞങ്ങളുടെ തങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്. ഇത് വല്ല തങ്ങൾ IT കമ്പനി നടത്തി പൈസ ഉണ്ടാക്കാണോ? അല്ലല്ലോ. തങ്ങൾ പൈസ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ തന്നെ പറയണം. ഞങ്ങളങ്ങനെ ഒരു ആരോപണം പറഞ്ഞിട്ടില്ല. യത്തീമക്കളുടെ പേരിലാകട്ടെ എന്തിൻ്റെ പേരിലാകട്ടെ അദ്ദേഹം പിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ആളുകൾ കൊണ്ടുപോയി പൈസ കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് അദ്ദേഹം പൈസ ഉണ്ടാക്കിയെന്നാണോ നിങ്ങളുടെ വാദം? എനിക്കറിയില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പൈസ വേണ്ട. അതാണ് ഏറ്റവും ശാപം കലർന്ന പൈസ എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാതിരിക്കട്ടെ, അദ്ദേഹം നന്മകൾ ചെയ്യുന്നുണ്ടാകാം, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം യത്തീം മക്കളെ കെട്ടിച്ചത് കൊണ്ട്, പാവപ്പെട്ടവരെ സഹായിച്ചത് കൊണ്ട് ചെയ്യുന്ന അബദ്ധങ്ങളില്ലാതെ വരില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാനിപ്പോൾ എല്ലാ തോന്നിയാസം ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ പറയാം ഉസ്താദ് നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളല്ലേ, അത് ചെയ്തോട്ടെ എന്ന് പറയാൻ പറ്റുമോ? തെറ്റുകൾ തെറ്റായി വിമർശിക്കണം. നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത് ചെയ്യട്ടെ. പക്ഷേ അറിവില്ലാത്ത കാര്യങ്ങളിൽ കയറി അഭിപ്രായം പറഞ്ഞു കളയരുത്. ഇനി ഏതെങ്കിലുമൊക്കെ പണ്ഡിതന്മാർ ഉപദേശിച്ചാലുള്ള അവസ്ഥ എന്താ? ഇദ്ദേഹം ഇരുന്ന് ആ വട്ടം കൂടിയിരുന്ന് അങ്ങ് ശപിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അല്പമെങ്കിലും ഇസ്ലാമിക മൂല്യം തൊട്ടി തീണ്ടിയ ഒരു മനുഷ്യൻ അങ്ങനെ ശപിക്കാൻ പറ്റുമോ? അങ്ങനെ ശാപവാക്കുകൾ വായിൽ നിന്ന് വരുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു കാര്യം കേൾക്കണോ? ഇപ്പൊ ചെറിയൊരു വിവാദം എനിക്ക് പ്രശ്നമല്ല. ഇപ്പൊ ചെറിയൊരു വിവാദം, സലാത്ത് മുടക്കാൻ നോക്കി ഒരുത്തന്, അത് നടന്നില്ല. പിന്നെ ഫിത്ന ഉണ്ടാക്കാൻ നോക്കി, നടന്നില്ല. കുറേ ഫിത്ന ഉണ്ടാക്കാൻ, ഒന്നും നടക്കണില്ല. ഒരു തലയെ കെട്ടിയായിരുന്നു. അള്ളാഹുവിന്റെ ഷർത്ത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ ഓന് ഉംറന്റെ ആൾക്കാർക്ക് ഫിത്ന ഉണ്ടാക്കാൻ ഇറങ്ങിക്കണം. എനിക്ക് പ്രശ്നം കേട്ടോ, ഞാനത് മെയിൻ ചെയ്യാറില്ല. ഇൻഷാ അല്ലാഹ് ഉംറന്റെ അമീർ ഞാനല്ല. ഉംറന്റെ അമീർ 2 പേര് മാഷാ അല്ലാഹ് 25 വട്ടം ഹജ്ജിന് പോയ അമീർമാരാ. നൂറെ ഹബീബിന്റെ ഉംറയ്ക്ക് വന്ന ഒരു ഭാഗ്യമുള്ളവരാ. 25 കൊല്ലം പിന്നെ ഹജ്ജ് ചെയ്തവരും ആയിരക്കണക്കിന് ഉംറ ചെയ്ത ആൾക്കാരാണ് നൂറെ ഹബീബിന്റെ പിന്നെ അമീറന്മാര്. ഞാൻ എന്തില്ല അവിടെ വരും, അവർക്ക് വേണ്ടി ദ്വാരക്കും. മനസ്സിലായോ? വേറെ പണി നിനക്കില്ല. ഞാൻ ദ്വാരക്കാനെ പോണം, ദ്വാ ചെയ്യാനാണ്. എന്നിട്ട് ഒരുത്തനതാ ഞാൻ മുടി വെച്ചിട്ട് ഉംറ ചെയ്തു വന്നു. പഠിച്ചോനെ, ഓരക്ക് ശാപം എവിടെ കൊണ്ടുപോയി വെക്കുക? എന്റെ മുടി കാണിച്ചിട്ട്. അള്ളാഹുവേ, എനിക്ക് പറയാൻ ഓന്റെ ശരീരം അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. അമീറന്മാര് ഷഫീ തങ്ങളെ നിങ്ങൾക്ക് അറിയില്ലേ? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയി, ഞാൻ ഓലെ കുടുംബം ചെയ്തിട്ടില്ല. ഞാൻ മത്താഫിൽ പോയി, അവിടെ എന്തുമായിരുന്നു. ഏത് മനുഷ്യനും അറിയാം എന്ത് അജറുൽ അസ്വദ് എവിടെയെന്ന് ആർക്കും ഏത് കുട്ടികൾക്കും അറിയാം. അപ്പൊ ഫിത്ന ഉണ്ടാക്കുകയാണ്. അല്ലാഹുവേ, ഓന്റെ ശരീരത്തോട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ മറുപടി പറഞ്ഞു നിന്നതല്ല.
എന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ, ആർക്കും മറുപടി ഇല്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, സന്തോഷം അള്ളാഹു നൽകട്ടെ. ഈ ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ഇല്ലായിരുന്നെങ്കിൽ മൂപ്പർ എന്ത് ചെയ്തേനെ ഞാൻ ചിന്തിക്കണത് അല്ലേ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആവട്ടെ, മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്. ഇത് സംഗതി പറയേണ്ട അടുത്ത് പറയണം, വെറുതെ അങ്ങനെ അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അത് അറിവില്ലായ്മയുടെ ഒരു ലക്ഷണമായി ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ഉപയോഗിക്കുകയല്ല വേണ്ടത്. മനസ്സിലാകുന്നുണ്ട്? അതിനൊക്കെ ഓരോ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഹജറുൽ അസ്വദ് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ടും താങ്കൾക്കത് അറിയാതെ പോയത് ചൂണ്ടിക്കാണിച്ചത് തെറ്റാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് ചൂണ്ടിക്കാണിക്കണ്ടേ? ഇല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ പെട്ടുപോലെ. എന്നിട്ട് ശാപം മാത്രം ഇരുന്നിങ്ങ് ശപിക്കുക. ഈ ശാപമൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കാമെന്ന് പറയുന്നത്? അങ്ങനെ ഒരു ശാപം ഏറ്റാലല്ലേ ദീൻ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ആലിമീങ്ങളൊക്കെ ശപിക്കപ്പെടുകയാണെങ്കിൽ ഇന്ന് ഈ ലോകത്തെ ആലിമീങ്ങൾ ഉണ്ടാവുമായിരുന്നു. അത്രമാത്രം ശാപമല്ലേ ദീനിൻ്റെ എതിരുള്ള ആളുകൾ ആലിമീങ്ങൾക്കെതിരെ ചൊരിയുന്നത്? നാളെ 21 കൊല്ലം അള്ളാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് ഇന്ന് കോട്ടക്കലാണ്, ഇജാസത്തുണ്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു കേട്ടോ. അപ്പം അതുകൊണ്ട് ഒരു ഫിത്നയിൽ പെടരുത് കേട്ടോ. നിങ്ങളോട് പറയാ, എങ്ങനെയൊക്കെ മുടക്കാൻ നടക്കുമോ അങ്ങനെയൊക്കെ അള്ളാഹുവേ ഫിത്ന അള്ളാഹു നമ്മൾ കേട്ടോ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു ഓനെ പോലത്തെ ഷർറുകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉത്തരം പറയേണ്ടി വരും. ലാ ശക്ക ഫീ, അതിന് യാതൊരു സംശയമില്ല. ലാ ശക്ക ഫീ അല്ലേ, ഉത്തരം പറയേണ്ടി വരും എന്നാണ്. തങ്ങളെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരൂലേ ഇല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? സ്വയം ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ച് നോക്കണം. ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ശരിയാണോ? എന്ത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത്? നിങ്ങൾ എത്ര ശപിച്ചാലും അള്ളാഹുവിൻ്റെ ദീൻ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരാൾക്കും അത് ഏൽക്കില്ല കേട്ടോ. ഇതൊക്കെ തിരിച്ചടിക്കുമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ ശപിച്ചാൽ ആ ശാപം ഇങ്ങനെ മേളിലേക്ക് ഉയരും. അവിടെ സ്വീകരിക്കപ്പെടാതെ വരുമ്പോൾ താഴേക്ക് പോകും. അവിടെ സ്വീകരിക്കപ്പെടാതെ പോകുമ്പോൾ ഇവൻ ആരെയാണോ ശപിച്ചത് അവനിലേക്ക് പോകും. ആ ശപിക്കപ്പെട്ടവൻ അത് യോഗ്യൻ അല്ലെങ്കിൽ തിരിച്ചു വരും എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല്ലേ. തിരിച്ചടിക്കും എന്നാണ്. നമ്മളൊരാൾ നീ നന്നാവൂലടന്ന് പറഞ്ഞാൽ അങ്ങനെ ശപിക്കപ്പെടാൻ യോഗ്യതയില്ലാത്ത ഒരാളെയാണ് ശപിക്കുന്നതെങ്കിൽ തിരിച്ചു വരും എന്നല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹിനോട് മനസ്സറിഞ്ഞ് തൗബ ചെയ്തങ്ങളെ. കുടുംബസമേതം ഇതിനിറങ്ങിയിരിക്കുകയാണെന്ന് സംശയമുണ്ട്. കുറേ ആളുകളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ നമ്മൾ കൃത്യമായി ദീൻ പറഞ്ഞു കൊടുത്താൽ അതിന് തെറിവിളികൾ, ശാപവാക്കുകൾ. തങ്ങളിതാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ മുത്തുമണികളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? പിന്നെ യത്തീം കുട്ടികളെ കെട്ടിച്ചില്ലേ? യത്തീം കുട്ടികളെ കെട്ടിക്കുക നല്ല കാര്യം, ശരി. അതിൻ്റെ പേരിൽ മൂപ്പരെന്ത് തോന്നിയാസം പറഞ്ഞാലും അതൊക്കെ നമ്മൾ റാൻ മൂളി എന്ന് കേൾക്കണം. അങ്ങനെയാണോ വേണ്ടത്? ഇപ്പോൾ യത്തീം കുട്ടിയുടെ ഒരാൾ പണം കൊടുത്തു, അതെന്താ ചെയ്തതെന്ന് തങ്ങൾ പറയുന്നുണ്ടോ എന്ന് കേട്ടു നോക്ക് നിങ്ങൾ. തങ്ങളാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. തങ്ങളാണ് എന്ന് തന്നെ കരുതിക്കൊണ്ടാണ് തങ്ങളെന്ന് ബഹുമാനപൂർവ്വം വിളിക്കുന്നത്. അദ്ദേഹത്തെ അനാദരിക്കുന്ന ഒരു വാക്ക് പോലും നമ്മൾ പറയുന്നില്ല. പക്ഷെ ചെയ്ത തെറ്റുകളെ അതെടുത്ത് കാണിക്കാതെ വഴിയില്ല. ഇല്ലെങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ മുമ്പിൽ നമ്മളൊക്കെ ചോദ്യം ചെയ്യപ്പെടും. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതിന്റെ മേലത്തെ വെള്ളിയാഴ്ച ഒരാളിന്റെ അടുത്ത് കൊടുന്ന് വന്നിട്ട് എന്റെ വലിയൊരു സംഖ്യ ഏൽപ്പിച്ചു. എന്റെ കയ്യിൽ ഒരാൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പൈസ തങ്ങളിപ്പ എത്തിയ മക്കൾക്ക് കൊടുക്കണം, ഈ പണം നിങ്ങൾ എത്തിയ മക്കൾക്ക് കൊടുക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ തരില്ല, ഞാൻ ഒരുപാട് ബാധ്യതയുള്ള മനുഷ്യനാണ്, എത്തിയ മക്കളും അത് ഒരുപാട് ബാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങളത് വേറെ ആളുകൾ അല്ല തങ്ങൾക്ക് ഇത് വെക്കാത്തൊരു സ്ഥലം വിറ്റിട്ട് കിട്ടിയതാണ്, നല്ലൊരു സംഖ്യയാണ്, ഏകദേശം നല്ലൊരു സംഖ്യ. അങ്ങനെ ഞാൻ എന്താക്കി, നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ ഇന്ത്യയിൽ തന്നോളി അങ്ങനെ തന്നു. അപ്പോൾ മൂപ്പരെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ യത്തീം മക്കൾക്ക് കൊടുക്കാനായിട്ട് പൈസ കൊടുക്കുകയാണ്. ശരിക്കും എന്ത് ചെയ്യണം? അത് യത്തീമിന് തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുക്കൽ നിർബന്ധമാണ് അല്ലേ? അങ്ങനെ തന്നെ കൊടുക്കണം. എന്നിട്ട് തങ്ങളെന്താ ചെയ്തത്? അക്ക നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ, അത് കേട്ടു നോക്കിയാ. ജ്വല്ലറി കൊണ്ടുപോയിട്ട് ചോദിച്ചു, എത്ര ഉറുപ്പ്യ കിട്ടും ഒരു മാസം? എത്ര ഉറുപ്പ്യ കിട്ടും? തനിച്ച ഹറാമല്ലേ ഹബീബ ചെയ്തത് അല്ലേ? അങ്ങനെ ഒരു ഷെയറിന് നിങ്ങൾ പോയി ചേരൽ തന്നെ, അതായത് എനിക്ക് മാസം ഇത്ര തുക തരണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഷെയറിൽ ചേരൽ തന്നെ ഇസ്ലാം പലിശയുടെ ഗണത്തിൽ എണ്ണിയ സംഗതിയാണ്. അത് യത്തീമിൻ്റെ പൈസ കൊണ്ടുപോയി അതിൽ ചേരുമ്പോൾ അത് എത്രമേൽ ഗുരുതരമായ തെറ്റാണ്. അവിടെ ഒരുപാട് പണ്ഡിതന്മാരിരിപ്പുണ്ടല്ലോ. ഞാനെല്ലാം പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടാണ് ചെയ്യാമെന്നൊക്കെ താങ്കൾ ഇടയ്ക്കിടെ പറയാറുണ്ടല്ലോ, എന്തേ ചോദിക്കാതെ പോയി? അപ്പോൾ യത്തീമിനെ സംരക്ഷിച്ച കഥയൊന്നും ദയവ് ചെയ്തുവെന്ന് മുത്തുമണികൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത്തരം അബദ്ധങ്ങൾ കാണുമ്പോൾ പണ്ഡിതന്മാർ പറയും, അവരെ ശപിച്ചിട്ടും അവരെ കൊന്നുകളയും, നീയൊക്കെ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ചോദ്യം വരുന്ന സംഗതികളല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് അൽഹംദുലില്ലാ ആയിക്കോട്ടെ,
അതിൻ്റെ പേരിൽ അത്ര വലിയ മഹത്വവൽക്കരിക്കാനൊന്നും നിൽക്കരുതേ. പണ്ഡിതന്മാർ തെറ്റ് കണ്ടാൽ, പരസ്യമായി ചെയ്യുന്നത് കണ്ടാൽ പരസ്യമായി തന്നെ തിരുത്തുന്നവരാണ്. ഇനി തങ്ങളെ ഫോൺ ചെയ്ത് പറയണമെങ്കിൽ തങ്ങൾ രഹസ്യമായി ചെയ്ത തെറ്റ് ഞാൻ അറിഞ്ഞിട്ടായിരിക്കണം. ഇത് രഹസ്യമല്ല, പരസ്യമാണ്. അതുകൊണ്ടാണ് പരസ്യമായ വിമർശനം. ഓക്കെ, ഇനി അനിയനാണെന്ന് പറയുന്ന വേറൊരു സഹോദരൻ, മൂപ്പരാണെങ്കിൽ മൂപ്പര് ഓൺലൈനിലിരുന്ന് ശുഹദാക്കളെ ശരീരത്തിൽ കാണിച്ചു കൊടുക്കുന്ന ആളാണ്. ഇതൊക്കെ ഭയങ്കര സങ്കടമല്ലേ ഇതെല്ലാം കാണുമ്പോൾ? നിങ്ങൾക്കിതൊക്കെ കാണുമ്പോഴേക്ക് ഇതിനെതിർക്കുന്ന പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്താണോ വേണ്ടത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എത്രയെത്ര ജനങ്ങളാണ് ഇങ്ങനെ കബളിപ്പിക്കപ്പെടുന്നത്. ശരീരത്തിൽ ഓൺലൈനിലിരുന്ന് ശുഹദാക്കളെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ കണ്ടില്ല വീഡിയോ? എന്റെ ശരീരത്തിൽ നിങ്ങളാരെങ്കിലും കണ്ടോ? താത്തയും കുറേ ആൾക്കാരും കണ്ടിട്ടുണ്ട്. ഈ റംലത്താത്ത ഇതിനായിട്ട് ഇരിക്കുകയാണ് അല്ലേ? റംലത്താത്ത മാത്രമേ ഇതൊക്കെ കാണുള്ളൂ. വേറെ കുറേ ആൾക്കാരും കണ്ടിട്ടുണ്ട്. എന്നാലും റംലത്താത്ത ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു മനുഷ്യൻ്റെ കബറടക്കമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ചില കാര്യങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്വഹാബ, ഒരു നല്ല മനുഷ്യൻ്റെ ആത്മാവിനെ പിടിക്കാനായിട്ട് മലക്കുകൾ വരുന്നൊരു സന്ദർഭമുണ്ട്. അവരിങ്ങനെ സ്വർഗീയരായ കുറേ മലക്കുകൾ ഇറങ്ങി വരും. നല്ല സുഗന്ധമായിരിക്കും അവിടെ. ആ മനുഷ്യനെ സന്തോഷിപ്പിക്കും, സ്വർഗീയ പരുത്തി കൊണ്ട് മൂടും. അവസാനം മലക്കുൽ മൗത്ത് ഇറങ്ങി വരും. തോൽപാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിക്കണത് പോലെ അത്ര സ്മൂത്തായിട്ട് ആ മനുഷ്യൻ്റെ റൂഹ് പിടിക്കും. ആ മനുഷ്യനെ മലക്ക് വിളിക്കുന്നത് യാ അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, ഓ പരിശുദ്ധ ആത്മാവെ എന്നൊക്കെയാണ് വിളിക്കുക. അങ്ങനെ ഈ ആത്മാവിനെയും കൊണ്ടിങ്ങനെ വാനലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആകാശം സംരക്ഷിക്കുന്ന മലക്കുകൾ വിളിച്ചു ചോദിക്കും, ഇത് ആരുടെ റൂഹാണ്? ഈ സുഗന്ധം പരത്തുന്ന റൂഹ് ആരുടേതാണ്? അപ്പോൾ ഈ നാട്ടിൽ ആ മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള പേര് കൊണ്ട് മലക്ക് പറയും ഇന്നാലിന്നാളുടെ റൂഹാണ്. ഉടനെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരവുണ്ടാകും, ഉക്തുബ് കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ. ഓ, എൻ്റെ അടിമയുടെ റൂഹിനെ നിങ്ങൾ ഇല്ലിയീനിലേക്ക് ചേർക്കണേ. അപ്പോൾ മരിച്ചുപോയ നല്ല മനുഷ്യന്മാരുടെ ആത്മാക്കൾ ഉണ്ടാകുന്ന ഇടാണ് ഇല്ലിയീൻ എന്ന് പറയുന്നത്. ഇതുപോലെ മോശം മനുഷ്യനാണെങ്കിലോ അവിടെ വളരെ മോശമായ പരുത്തി കൊണ്ടുവന്ന്, മുള്ളുകളാൽ നിറഞ്ഞ പരുത്തികൾ കൊണ്ടുവന്നാണ് ആ മനുഷ്യനെ പുതപ്പിക്കുക. ഭീകരരൂപികളായ മലക്കുകൾ ഉണ്ടാകും. അതിനിടയിലേക്ക് അസ്രായിൽ വന്നിട്ട് ആ മനുഷ്യനെ വിളിക്കും, വൃത്തികെട്ട മനുഷ്യ, നന്ദി കെട്ട മനുഷ്യ. ഒരു മുള്ളു വൃക്ഷത്തിൽ തുണി കുടുങ്ങിയാൽ ആ തുണി വലിച്ചു പറിച്ചെടുക്കുമ്പോഴുള്ളൊരു വേദനയാണ് ആ മനുഷ്യൻ റൂഹ് പിടിക്കുമ്പോൾ ഉണ്ടാവുക എന്നാണ്. എന്നിട്ട് ആ മനുഷ്യൻ്റെ റൂഹം കൊണ്ടിങ്ങനെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ഈ ദുർഗന്ധം വമിക്കുന്ന വൃത്തികെട്ട ആത്മാവ് ആരുടേതാണ്? അപ്പോൾ അസ്രായിൽ ഈ നാട്ടിൽ അയാൾ വെറുക്കപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഇരട്ടപ്പേരുണ്ടെങ്കിൽ ആ മനുഷ്യന് ഏറ്റവും വെറുപ്പുള്ള പേര് കൊണ്ടാണ് പരിചയപ്പെടുത്തുക, ഇന്നാലിന്നാളാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉത്തരവ് വരും, ഉക്തുബ് കിതാബഹു ഫി സിജ്ജീൻ. ആകാശലോകത്തേക്ക് കയറ്റൂല, അവനെ മണ്ണിനടിയിലുള്ള സിജ്ജീൻ, പാതാളാണ് സിജ്ജീൻ. അത് ദുരാത്മാക്കളുടെ കേന്ദ്രമാണ്, അങ്ങോട്ട് കൊണ്ടുപോകൂ, ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറയും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? നല്ല ആത്മാക്കൾ എവിടെയായിരിക്കും? ഇല്ലീനിലായിരിക്കും. എന്നാൽ മോശം ആത്മാക്കൾ സിജ്ജീനിലായിരിക്കും. അപ്പോൾ ഇസ്ലാമിൽ പ്രേതം എന്ന് പറയുന്നൊരു സംഗതിയില്ല. ആ സിജ്ജീനിൽ നിന്ന് പുറത്തേക്ക് വരാൻ അവർക്ക് കഴിയില്ല, അല്ലേ? ഖബറുമായിട്ടുള്ള ബന്ധം ഉണ്ടാവും ആത്മാക്കൾക്ക്. കാരണം അവരുടെ ശിക്ഷ സ്വീകരിക്കേണ്ടതുണ്ട്. ചില ശിക്ഷകൾ ഖബറിലുണ്ടല്ലോ, അല്ലേ? ചോദ്യവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്നാൽ നല്ല ആത്മാക്കൾക്ക് ദുനിയാവുമായിട്ട് ബന്ധമുണ്ടാവും. അവർ ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ വന്നേക്കാം. അങ്ങനെ നല്ല ആത്മാക്കൾ, സ്വാലിഹീങ്ങളുടെ ആത്മാക്കൾക്ക് അങ്ങനെ ചില കഴിവുകളൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ കൊടുത്തിട്ടുണ്ട്. അത് കിതാബുകൾ കൊണ്ട് നമുക്ക് സമർത്ഥിക്കാൻ പറ്റുന്ന കാര്യവുമാണ്. എന്നാൽ ഏതെങ്കിലുമൊക്കെ ഒരു ആത്മാവ് മറ്റൊരാളുടെ ശരീരത്തിൽ കയറുമോ? ഇല്ല, അങ്ങനെ കയറൂല. ഉസ്താദെ, എൻ്റെ വീട്ടിൽ എൻ്റെ വെല്ലുപ്പാനെ പോലെ സംസാരിച്ചല്ലോ, ആ കയറിയത് വെല്ലുപ്പായല്ലേ? ആ കയറിയത് വെല്ലുപ്പായല്ല. വെല്ലുപ്പാടെ കൂടെ ഉണ്ടായിരുന്ന, വെല്ലുപ്പ മരിച്ചപ്പോഴും മരിക്കാതിരുന്ന കരീനായ ശൈത്വാനാണ് വെല്ലുമ്മാടെ മേലെ കയറിയിട്ടുള്ളത്. അതിനാണ് റൂഹാനി എന്നൊക്കെ പറയുന്നത്. അല്ലാണ്ട് വെല്ലുപ്പ കയറിയതല്ല. വെല്ലുപ്പ ഖബറിൻ്റെ അകത്താണ്, സിജ്ജീനിലോ അല്ലെങ്കിൽ ഇല്ലീനിലോ എവിടെയെങ്കിലും ഒക്കെയാണ്. ആരും മേത്തോട്ട് കയറാൻ വരില്ല. ഇനി അങ്ങനെയാണെങ്കിൽ അള്ളാൻ്റെ ഔലിയാക്കൾ കണ്ടവന്മാരുടെ ശരീരത്തിൽ കയറി നടക്കുകയാണോ? അവർ നമ്മളെ തർബിയത്ത് ചെയ്യും, വഫാത്തിന് ശേഷവും നമ്മളെ സംസ്കരിക്കും, അതൊക്കെ യാഥാർത്ഥ്യം തന്നെ. പക്ഷെ ഒരാളുടെ ശരീരത്തിൽ അള്ളാൻ്റെ ഔലിയാക്കൾക്ക് കയറി നടക്കേണ്ട എന്താവശ്യമുണ്ട്? അങ്ങനെ കയറൂല. അങ്ങനെ ഒരു കയറ്റം ഇസ്ലാമിലില്ല. ശുഹദാക്കളെ കണ്ടവരുണ്ടോ? ശുഹദാക്കളെ കാണുന്ന കണ്ണൊക്കെ ഇപ്പോൾ റംലത്താത്തൊക്കെ ഉണ്ട്, അല്ലേ? റംലത്താത്ത ശുഹദാക്കളെ കണ്ടിങ്ങനെ മുത്തക്കിയായി ഔലിയമ്മയായിട്ട് ഇങ്ങനെ ഓൺലൈനിൽ നോക്കിയിരിക്കാൻ. ഒന്ന് ആലോചിക്കുക, എത്രമേൽ വലിയ അബദ്ധമാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശൈത്വാനാണ്. പിന്നെ കുറേ സ്ത്രീകളുണ്ട്, എൻ്റെ ശരീരത്തിൽ തേർവാടിയുപ്പാപ്പ ഉണ്ട് എന്നാണ്. നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവാണത്. ഹയാത്ത് കാലത്ത് അവരൊരു അന്യ സ്ത്രീയുമായിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അവർ വഫാത്തിന് ശേഷം റൂഹ് വന്ന് അന്യപെണ്ണിൻ്റെ ശരീരത്തോട്ട് കയറുകയാണ്. എത്ര വലിയ അബദ്ധമാണ്. അള്ളാൻ്റെ ഔലിയാക്കളെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന, മോശം ചിന്ത ഉണ്ടാക്കുന്ന ആളുകളല്ലേ ഇവരൊക്കെ?
എത്രമേൽ മോശമാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാരത് വിളിച്ചു പറഞ്ഞാൽ വൃത്തികെട്ടവൻ, നാണമില്ലാത്തവൻ, ഒന്നും അറിയാത്തവൻ, നിങ്ങൾ എന്തും വിളിച്ചോളൂ, നിങ്ങൾ അങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് അൽഹംദുലില്ലാ പറയാൻ തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തിപരമായൊന്നും ഇവരോട് ഒരു ദേഷ്യവുമില്ല, വിദ്വേഷവുമില്ല. പക്ഷെ പരസ്യമായി അള്ളാൻ്റെ ദീനിനെ കളിയാക്കുന്ന ഓരോരോ രംഗങ്ങൾ ഉണ്ടാകുമ്പോൾ, പരസ്യമായി തെറ്റ് ചെയ്യുമ്പോൾ പരസ്യമായി തന്നെ വിമർശിക്കും. അത് ജനങ്ങൾ വഴികേടിലാകാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഒരു തങ്ങളോടും ഞങ്ങൾക്ക് വ്യക്തിപരമായൊരു ഒരു ദേഷ്യവുമില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹക്കിൻ്റെ അഹലുകാരിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി കമൻസ് ചെയ്യുന്ന മുത്തുമണികളോട് നിങ്ങൾ വന്ന് ചീത്ത വിളിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് നേരത്തെ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ അടിയിൽ കമൻറ്റ് ചെയ്തോ, ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം തരാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ നിൽക്കുന്ന വഹാബി കുട്ടികളോട് പറയട്ടെ, നിങ്ങൾ ജിന്നു പൂജയും ജിന്നിൻ്റെ പേരിൽ അടിച്ചു കൊന്ന ആളുകളുടെയൊക്കെ കഥ അവിടെ മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങളുടെ വലിയ ജിന്നുകളാണ്, അതവിടെ നിന്നോട്ടെ. ആ കഥയിലോട്ട് ഞാൻ വരുന്നില്ല. അതിൻ്റെ ഇടയിൽ വന്നിട്ട് സമസ്തക്കാരങ്ങനെ, ഇതൊന്നും സമസ്ത കൊണ്ടു നടക്കുന്ന സംഗതികളല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് വലിയ കമൻറ്റിനൊന്നും നിൽക്കണ്ട. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് തന്നെ പലതും അറിയാം. ജിന്നു പൂജയുടെ പേരിൽ, ജിന്ന് കയറിയതിൻ്റെ പേരിൽ എത്ര ആളുകളെ നിങ്ങൾ അടിച്ച് നിലംപരിശാക്കിയിട്ടുണ്ട് ജിന്നിനെ ഇറക്കാൻ വേണ്ടിയിട്ട്. ആ സക്കരിയ സ്വലാഹ് ഇപ്പോൾ കവറിൻ്റെ അകത്തായി പോയി, ഇല്ലെങ്കിൽ പുള്ളി എന്നെ പറഞ്ഞു തന്നെ. അപ്പോൾ അതൊക്കെ വെറുതെ പറഞ്ഞ് നാറ്റിക്കണ്ട. ഹക്കിൻ്റെ അഹലുകാരായി അള്ളാഹു ഉറപ്പിച്ച് നിർത്തട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.